ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അകത്തേക്ക് വരാമോ അച്ഛന്മാരെ? പിന്നെന്താ, വരൂ വരൂ. എല്ലാവരും കൂടി ഒരു പെരുന്നാളിന്റെ ആളുണ്ടല്ലോ. ഓഹോ, എന്തൊരു ദിവ്യദൃഷ്ടി. വന്ന കാര്യം പറയൂ. ആ കാര്യം നിങ്ങളുടെ ദിവ്യസിദ്ധി കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒട്ടിയ മണി അടിച്ചു തുടങ്ങി. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന സൊസൈറ്റിയുടെ കാർഷിക ലോൺ പാസ്സായി. എല്ലാം എന്റെ ഗുരുവായ ഗബ്രിയേലച്ചന്റെ അനുഗ്രഹം. ഇരിക്കൂ. ഓ ആയിക്കോട്ടെ. ആ കത്രീന മാനസാന്തരപ്പെട്ടു. കർത്താവ് കാത്തു അല്ലേ? പിന്നെ വെളിച്ചപ്പാട് വെള്ളവടി നിർത്തി. അതെന്റെ പൊന്നച്ച വലിയൊരു തമാശ. അയാള് മേടിച്ചോണ്ടുവരുന്ന കുപ്പി പലപ്പോഴായിട്ട് കാണാതെ പോവാ. അതൊരു ദൈവ നിയോഗമാണെന്ന് കരുതി അയാൾ വെള്ളടി നിർത്തി. വലിയ ചെയ്തായി പോയി. എന്തോ അല്ല, അവിടുത്തെ ഓരോ ചെയ്തികളെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു MLA, അതും നിങ്ങളെ കൊണ്ടുവന്ന തൊമ്മിച്ച്. അതൊക്കെ ഇരിക്കട്ടെ. അല്ല അച്ഛന്മാരെ, എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? ഞങ്ങൾ ഇവിടെ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്കറിയാമോ? പിന്നെ അറിയാവോന്ന്. അതായത് ഞങ്ങൾ വന്നത് എന്നാ പെരുന്നാൾ നടത്തുന്നേ? ക്ലിയർ ആയില്ല. ക്ലിയറോ? അല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നത് മുടങ്ങിക്കിടക്കുന്ന പെരുന്നാൾ നടത്താൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾ തീയതി നിശ്ചയിച്ചിട്ട് വേണം അരമനയിൽ നിന്ന് ആഭരണച്ചാർത്തിനുള്ള പൊന്നും പണ്ടൊക്കെ എടുപ്പിക്കാൻ. അതിനൊക്കെ സമയം വേണ്ടേ? എന്തെടുപ്പിക്കാൻ? ഇതെന്താ അച്ഛോ, ഒന്നും അറിയാൻ പാടില്ലാത്തോലെ. പണ്ട് നാട്ടുരാജാക്കന്മാർ കാഴ്ചയായി സമർപ്പിച്ചിട്ടുള്ളതും നേർച്ച വഴിപാടായി കിട്ടിയിട്ടുള്ളതും കൂടെ കൂട്ടി ഇപ്പോ പെരുകി പെരുകി ഒരു വലിയ പെട്ടിയായി കാണും. ഇന്നത്തെ കാലമല്ലേ, കള്ളന്മാർ ഏത് വേഷത്തിൽ എങ്ങനെയൊക്കെയാ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതുകൊണ്ട് അരമനയിൽ സൂക്ഷിച്ചിരിക്കുന്നേ. അപ്പോ എന്താന്ന് വെച്ചാ നമുക്ക് ഉടൻ തന്നെ. അല്ല, അതാണല്ലോ ഞങ്ങളോട് വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട അല്ലേ ഫാദർ പോൾ? വളരെ വാസ്തവം. കേട്ടല്ലോ. എല്ലാവരുടെയും സംശയം തീർന്നല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫാദേഴ്സ് നമ്മുടെ പെരുന്നാൾ നടത്താൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ട് അച്ഛാ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ അച്ഛന്മാരെ. മണ്ടന്മാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ ഭാഗ്യം. അച്ഛന്മാരെ ഒന്ന് നിക്കണേ. എന്റെ അച്ഛോ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എവിടെയൊക്കെ നോക്കി. വാ, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇങ്ങോട്ട് വന്ന് കേറന്റെ അച്ഛന്മാരെ. കേറ്. അച്ഛൻ മുമ്പിലേക്ക് ഇരുന്നോ. ഗബ്രിയേലച്ചോ, ദേ നോക്കിയേ ആരൊക്കെയാണെന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും നോക്കിയേ ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. നടക്കച്ചന്മാരെ, നടക്ക്. അങ്ങോട്ട് ചെല്ലച്ചന്മാരെ.
ഫാദർ സെബാസ്റ്റ്യൻ, ഫാദർ പോൾ. ഞാൻ ഈ നാട്ടുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ റോമിൽ നിന്ന് അത്ഭുത സിദ്ധികൾ കൈവരിച്ചെത്തിയ അച്ഛന്മാർ. എന്താ തോന്നിച്ച സന്തോഷമായില്ലേ? എല്ലാം ഇവിടുത്തെ കർത്താവിന്റെ അനുഗ്രഹമാണ്. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ, അല്ലേ തോന്നിച്ച? അതെ. അല്ലെങ്കിൽ ഞാൻ ഇവരെ റോമിൽ വെച്ച് കാണാനും ഇവിടുത്തെ കാര്യങ്ങൾ പറയാനും ഇവരെന്നോട് പോലും പറയാതെ ഇവിടെ എത്തിച്ചേരാനും അല്ലേ? നമ്മൾ ഒരുമിച്ച് റോമിൽ ചെലവിട്ട സായാഹ്നങ്ങൾ ഓർമ്മയുണ്ടോ? നദിക്കരയിൽ ആ നദിയുടെ പേരെന്താണ്? ഓ, പെരിയാത്രിക്കോ? കറക്റ്റ്, ഞാൻ ഓർക്കുന്നു. മനുഷ്യരാശിയെക്കുറിച്ചും നന്മതിന്മകളുടെ തിയോളജിക്കൽ ഫിലോസഫിയെ കുറിച്ചുമുള്ള ചർച്ചകൾ. തൊമ്മിച്ചായൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്കെല്ലാം എനിക്ക് ക്രെഡിറ്റ് തരുന്നുവെന്ന്. എല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ ഇങ്ങനെ പറഞ്ഞു നടക്കണം കൊച്ചു കള്ളന്മാര്. ഏതായാലും ദൈവകൃപ കൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പെരുന്നാൾ നടത്താൻ തീരുമാനിച്ചല്ലോ. അതിന് സ്തുതി. ഞാനും ഉണ്ടാവും ഇവിടെ പെരുന്നാൾ കഴിയുന്നത് വരെ നിങ്ങളോടൊപ്പം. സന്തോഷമായില്ലേ? എന്താ കപ്പ്യാരെ? എല്ലാം മംഗളമാവും. ഒന്ന് വിശ്രമിക്കാം, പുലർച്ചെ പ്രാർത്ഥനയിൽ ഒന്നിക്കാം. എന്താ? പള്ളിമേടയിലെ തെക്കേ മുറിയിൽ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, വന്നാട്ടെ. ഇവിടെ വേണ്ട, കുറച്ച് മാറി ആ PWD ഗസ്റ്റ് ഹൗസിൽ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ധ്യാനങ്ങൾക്ക് അസൗകര്യം വരുത്തണ്ട. തൊമ്മിച്ച, എന്തോ ഇറങ്ങാം. വന്നാട്ടെ. ആശാൻ പറഞ്ഞ പോലെ എല്ലാം ഓക്കെ അല്ലേ? എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സ്ഥലം വിടണം. എനിക്ക് ആ ഗബ്രിയേൽ അച്ഛൻ ആളൊരു കുഴപ്പക്കാരനായിട്ടാ തോന്നുന്നത്. എന്തോ പ്ലാൻ ഉള്ള പോലെ. എടാ അരമനെ നീ ആഴ്ച പെട്ടിയെത്തും, രണ്ടാം പക്കം നമ്മൾ മുങ്ങും. എങ്കിലും അയാള് നമ്മളെ അറിയാവുന്നും റോമി കണ്ടാണെന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? എന്തിനാ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നത്? ഇനി അയാളും ജയിലേടി ഒന്നാണ്. ഏയ്, ഇവിടെയുള്ള മിക്കവർക്കും അയാളെ അറിയാം. കേട്ടെടുത്തോളം അയാളടുത്ത ബിഷപ്പോ മെത്താനോ എന്താണ്ടൊക്കെ ആകുമ്പോന്നോ. എനിക്കെന്തോ ചില ഡൗട്ടൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവരിടയ്ക്കിടയ്ക്ക് പറയാറില്ലേ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് എത്തിയവരാന്ന്? അതെന്തായിരിക്കും? ആർക്കറിയാം. നമ്മളിവിടെ വന്നതും ഇതൊക്കെ ചെയ്യുന്നതും എന്തോ നിയോഗം പോലെ തോന്നുന്നു. ഈ പെരുന്നാള് നമ്മൾ തന്നെ നടത്തേണ്ടി വരുമെന്ന പോലെ. എന്റെ പൊന്നു മോനെ, ഈ മുടങ്ങിക്കിടക്കുന്ന ഉത്സവം പെരുന്നാളൊക്കെ ഏറ്റെടുത്ത് നടത്താന്ന് പറയുന്നത് മോഹൻലാലിനൊക്കെ പറ്റൂ. നമുക്ക് പറഞ്ഞിട്ടുള്ളത് അരമനയിൽ നിന്ന് വരുന്ന ചെറിയ സാധനങ്ങൾ അടിച്ചു മാറ്റാം. ഇനി അഥവാ ഗബ്രിയേലച്ചൻ്റെ ലക്ഷ്യം തന്നെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് അങ്ങോട്ട് പ്ലാൻ ചെയ്യും. പിന്നെ 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 ഇതിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. എന്തിനാ എനിക്കുണ്ട്? എന്തിനാ വേണ്ട? കൈ എടുക്കാ. നിനക്ക് എന്താ അറിയണ്ട? ചോദിക്കടി. ജയിലിൽ നിന്ന് വന്ന അച്ഛന്മാരുടെ പുതിയ പ്ലാൻ എന്താ? എന്തായാലും അതിനെ വെച്ച് വെള്ളം തിളപ്പിക്കണ്ട, കേട്ടോ? ഡോന്നോ ഇനി പെണ്ണെ, ഇവ മാജിക് ഷോ ആണ്, ഞാൻ റിയാലിറ്റി ഷോ എലിമിനേറ്റ് ചെയ്തോളാം ഞാൻ. കേട്ടോ കുറിപ്പേ? ഞാൻ ഡീൽ ചെയ്ത് ശരിയാക്കോളാം. പോ ചെല്ല്. ഇനി പറ, എന്താ തന്റെ പ്ലാൻ? ഓ, അപ്പൊ മാജിക് കൊണ്ടാണോ ഗബ്രിയേൽ അച്ഛനെ നീ വീഴ്ത്തിയത്? ആ കള്ളനെ കൂട്ടുപിടിച്ച് നിന്റെ തുക്കട മാജിക്കം കാണിച്ച് പെരുന്നാളും നടത്തി ഇവിടുന്ന് വല്ല നേടാൻ നീ കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അവിടെ നിന്നേ. എടി പെങ്കൊച്ചേ, പെരുന്നാളും നടത്തും, പൊന്നും പണവും കൊണ്ടുപോവുകയും ചെയ്യും. വേണ്ടി വന്ന നിന്നെയും കൊണ്ടുപോകും.